ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അർണബ് ഗോസ്വാമിയുടെയും റിപ്പബ്ലിക് ടിവിയുടെയും പുതിയ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മുമ്പ് BJP അനുകൂലിയായിരുന്ന അർണബ് ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ട്? ഇതൊരു യഥാർത്ഥ മാറ്റമാണോ അതോ ബിസിനസ് തന്ത്രമാണോ? നമുക്ക് പോയിന്റുകളായി തന്നെ നോക്കാം. ആദ്യം അർണബിന്റെ മുൻ നിലപാടുകൾ നോക്കാം. അർണബ് ഗോസ്വാമി എപ്പോഴും ദേശീയതയുടെ ശബ്ദമായിരുന്നു. 2014 മുതൽ BJP സർക്കാരിനെ പിന്തുണച്ച് പ്രതിപക്ഷത്തെ ആക്രമിച്ചു. പുൽവാമ ആക്രമണം, ബാലക്കോട്ട് സ്ട്രൈക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ BJP ഹീറോയാക്കി ചിത്രീകരിച്ചു. റിപ്പബ്ലിക് TV, ഗോദു മീഡിയ എന്ന് വിളിക്കപ്പെട്ടത് BJP അനുകൂല പ്രചാരണത്തിന്റെ ഫലമാണ്. അർണബിന്റെ ഡിബേറ്റുകൾ ഹിന്ദുത്വ അജണ്ടയെ പ്രോത്സാഹിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കളെ ആന്റി നാഷണൽ എന്ന് മുദ്രകുത്തി. ഇത് TRP വർദ്ധിപ്പിക്കുന്നതിൽ വലിയ സഹായകമായിരുന്നു. പക്ഷേ വിമർശകർ അതിനെ ബയാസ്ഡ് എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. ഇനി അടുത്തിടെയുള്ള മാറ്റം നോക്കാം. 2025 അവസാനത്തോടെ അർണബ് BJP സർക്കാരിനെ വിമർശിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഡൽഹി മലിനീകരണം, ഇൻഡിഗോ വിമാനങ്ങളുടെ പ്രതിസന്ധി, അരാവലി പർവ്വതനിരകളിലെ നാശം, മധ്യപ്രദേശിലെ BJP നേതാവിന്റെ വിവാഹ ചെലവ് തുടങ്ങിയ വിഷയങ്ങൾ റിപ്പബ്ലിക് TV ഉയർത്തി. സർക്കാരിനെ വിമർശിക്കുന്നത് സഹിക്കാത്തത് അഹങ്കാരമാണ് എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്നതിനെ കുറിച്ചാണ്. ഒന്നാമതായിട്ട് വരുന്നത് TRP വർദ്ധിപ്പിക്കൽ തന്ത്രം തന്നെയാണ് എന്നതാണ്. പൊതുജനരോക്ഷം ഉയർത്തുന്ന വിഷയങ്ങൾ കവർ ചെയ്ത് കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. ഇൻഡിഗോ പ്രതിസന്ധി കവർ ചെയ്തപ്പോൾ TRP ഉയർന്നു. അർണബ് പ്രോ പീപ്പിൾ ഇമേജ് സൃഷ്ടിക്കുന്നു. പക്ഷേ ഇത് യഥാർത്ഥ മാറ്റമല്ല. മുൻപ് BJP അനുകൂല വാർത്തകൾ TRP നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ വിമർശനം വൈറലാകുന്നു. അടുത്തതായിട്ട് ബിസിനസ് മത്സരമാണ്. ഓരോ ആശയത്തിലൂടെ പോകുന്നതാണെങ്കിലും അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത NDTV റിപ്പബ്ലിക്കിന് എതിരെയായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. NDTV സ്റ്റാഫ് പോച്ചിങ് ചെയ്യുകയും പരസ്യ റേറ്റുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ആരവല്യ വിഷയം അദാനിയെ ലക്ഷ്യമാക്കിയതാണ്. മുൻപ് അദാനിയെ പിന്തുണച്ചിരുന്ന അർണബ് ഇപ്പോൾ വിമർശിക്കുന്നു. അതോടൊപ്പം റിപ്പബ്ലിക്കിന്റെ സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിച്ചു. ഇത് പുതിയ തന്ത്രങ്ങൾ ആവശ്യപ്പെടുന്നു. അടുത്തതായിട്ട് സാമ്പത്തിക പ്രതിസന്ധി. റിപ്പബ്ലിക്കിന്റെ ക്യാഷ് റിസർവുകൾ കുറയുന്നു. റവന്യൂ ഉയർന്നുവെങ്കിലും പ്രോഫിറ്റ് ഫ്ലാറ്റ് ആണ്. BJP ഫണ്ടിംഗ് നിർത്തിയെന്ന് ചിലർ പറയുന്നു. ഇത് അർണബിനെ ദേഷ്യപ്പെടുത്തി. മുൻപ് BJP എക്സിക്യൂട്ടീവ് ഇന്റർവ്യൂകൾ ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഇത് ഡെസ്പറേറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് വിമർശകർ പറയുന്നു. അടുത്തതായിട്ട് കോർ ഇഷ്യൂകളിലെ ലോയാലിറ്റിയെ കുറിച്ചാണ്. വിമർശനമുണ്ടെങ്കിലും ഹിന്ദുത്വ, പ്രോ ദേശീയത തുടങ്ങിയ കോർ വിഷയങ്ങളിൽ ഇപ്പോഴും അർണബ് BJP അനുകൂലമാണ്. RSS ഇന്റർവ്യൂകൾ തുടരുന്നു. പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നു. ഇത് ഫ്ലെക്സിബിൾ ഡീസന്റ് ആണ് ബിസിനസ് സെൻസ് അനുസരിച്ച്. ഇനി സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അർണബിന്റെ വിമർശനങ്ങൾ വൈറലാണ്. ചിലർ ചേഞ്ച് ഓഫ് ഹാർട്ട് എന്ന് പറയുന്നു, മറ്റുള്ളവർ ഷാമൻ. BJP അഹങ്കാരത്തെ ചൂണ്ടിക്കാട്ടി. പക്ഷേ ദീർഘകാലം ഇത് തുടരുമോ എന്ന് സംശയം. ലിബറുകൾ സന്ദർശിക്കുന്നു. ഇനി പറയാനുള്ളത് ഇതിലെ അദാനി ഘടകമാണ്. മുൻപ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെതിരെ അദാനിയെ പിന്തുണച്ചു. എന്നാൽ ഇപ്പോൾ ആരവല്ലി നാശം, അദാനി പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വിമർശിക്കുന്നു. ഇത് കോർപ്പറേറ്റ് റൈവൽറി ആണെന്ന് കരുതാം. അദാനി NDTV റിപ്പബ്ലിക്കിനെ ബാധിക്കുന്നു. ഇന്ത്യൻ മീഡിയയിൽ മത്സരം കൂടി വന്നതും ഒരു കാരണമായി കരുതാവുന്നതാണ്. റിപ്പബ്ലിക് മുൻപ് ഡോമിനന്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ NDTV മറ്റു ചാനലുകൾ ശക്തമാണ്. അർണബിന്റെ അൺറെസ്ട്രെയിൻഡ് സ്റ്റൈൽ പഴയതായി. പുതിയ തന്ത്രം ആവശ്യമാണ്. അടുത്തതായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നോക്കാം. BJP ഇതിനെ പൊളിറ്റിക്കൽ കോൺസ്പിറൻസി എന്നാണ് വിളിക്കുന്നത്. അർണബിന്റെ വിമർശനം സർക്കാരിന്റെ അഹങ്കാരത്തെ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ മോദിയെ നേരിട്ട് പേരെടുത്ത് വിമർശിക്കുന്നില്ല. സംസ്ഥാന സർക്കാരുകളെയും മന്ത്രിമാരെയും ടാർഗറ്റ് ചെയ്യുന്നു. ഇനി ഭാവി സാധ്യതകളാണ്. ഇത് താൽക്കാലികമാണോ? BJP കോർ ഇഷ്യൂകളിൽ തിരിച്ചു വരുമോ? 2026 തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാറ്റമുണ്ടാകാം. അർണബിന്റെ മാറ്റം ബിസിനസ്സും റേറ്റിംഗും കൊണ്ടാണ്. യഥാർത്ഥ രാഷ്ട്രീയ മാറ്റമല്ല. മുൻ നിലപാടുകൾ വെച്ച് ഇത് തന്ത്രപരമാണ്.